സോ കീം 2025 ടോപ്പ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർ മാത്രം എന്ത് ചെയ്യുക, തുടക്കം മുതലേ കണ്ടാൽ മതി. കാരണം എല്ലാവരും ഇടയിൽ വെച്ച് പോയാൽ ഒന്നും മനസ്സിലാവില്ല. ഏകദേശം 21 കോളേജിൻ്റെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ പ്രൈവറ്റിൻ്റെ ഒരു 21 കോളേജുകളുടെ ഓർഡറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഫോളോ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഡിസ്ക്ലെയിമർ ഇപ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. പ്രൈവറ്റ് കോളേജിൻ്റെ കണ്ടീഷൻസ് ആദ്യം മനസ്സിലാക്കുക. നാളെ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടല്ല അത് മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രൈവറ്റ് കോളേജുകൾക്ക് അത്യാവശ്യം സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു CBSE സ്കൂളൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരുപാട് കോളേജുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, പറയുന്നതിന് ഒരു മടിയില്ല. പിന്നെ കോളേജ് ലൈഫ്, ഈ മൂവിയിൽ കണ്ട രണ്ട് പാട്ട് വിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഒരു ബസ്സിൽ കയറുമ്പോഴത്തേക്ക് കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് ഒരു IV കയറി പോകുന്നു, അങ്ങനെ അങ്ങനത്തെ ഒന്നുമല്ല. IVയും കാര്യങ്ങളൊക്കെ കോളേജിലുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ കാണുന്ന പോലത്തെ ആ ഫ്രീഡം ഒന്നും അല്ല ഉണ്ടാവില്ല. ഗവൺമെൻറ് കോളേജിൽ ആ ഫ്രീഡം എക്സ്പെക്ട് ചെയ്യുക. GCയിലൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് നല്ല ഫ്രീഡം ഉള്ള കോളേജാണ്. പക്ഷേ പ്രൈവറ്റ് കോളേജിലെ കണ്ടീഷൻസ് വളരെ ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവിടെ പഠിച്ചൊരു അലൂമിനിയം സീനിയറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം അത് എപ്പോഴും പറഞ്ഞാൽ അവിടെ പഠിച്ചവർക്ക് അറിയുള്ളൂ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന പോലെയല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീസിൻ്റെ കാര്യങ്ങൾ നല്ല വ്യത്യാസമുണ്ട്. ഗവൺമെൻറ് കോളേജിനേക്കാൾ നല്ല വ്യത്യാസമുണ്ട് ഫീസ്. ഗവൺമെൻറ് കോളേജിലൊക്കെ ഏകദേശം 10K ആണ് ഫീസ് വരുന്നത്. പ്രൈവറ്റ് കോളേജിലൊക്കെ ഒരു 52 എത്രയാണ് വരുന്നത്, ഒരു 1 lakh തന്നെ വരുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, കോളേജിൽ അത്രയൊക്കെ കൊടുത്ത് പഠിക്കുമ്പോൾ കോളേജിനെ കുറിച്ച് അന്വേഷിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോവാം. നന്നായിട്ട് റിസർച്ച് ചെയ്യുക, നന്നായിട്ട് അന്വേഷിക്കുക. എത്രത്തോളം അന്വേഷിക്കുക, നല്ല സമയം കിട്ടിയിട്ടുണ്ട്. ഒരു മാസത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് റാങ്ക് വരാതെ കിട്ടി. ഈ ഒരു മാസം നിങ്ങൾ റിസർച്ച് ചെയ്തില്ല, പിന്നെ മക്കളെ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞാൽ 100% പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. മനസ്സിലാക്കുക, നമുക്ക് അത് അങ്ങനത്തേലൊന്ന് ഫോളോ ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് എന്ത് ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും വേണ്ട ഒരു സീനിയറിനെ കണ്ടുപിടിക്കുക. അതിനെ കണ്ടുപിടിക്കാനുള്ള റൂൾ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കോളേജ് ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് പോവാം. ഈ ഒരു ബേസിക് കാര്യം ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ മുന്നേ എനിക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ട്. ശേഷം ഫുൾ കോളേജ് ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ നിങ്ങൾക്ക് എത്താം. ഇവിടെ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ടുള്ള ഏത് കോളേജ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് റാങ്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ ഒരു 80 to 90% മാത്രമേ അക്യുറസി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വാട്സപ്പ് ബോട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റ് മാത്രം എടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേരളത്തിലെ പ്രൈവറ്റ് കോളേജ് 2 പേജായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത്തെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു ആദ്യം പറഞ്ഞു. ഞാനിത് സെലക്ട് ചെയ്ത് കീം 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ കോളേജിൻ്റെ അത്യാവശ്യം പ്ലേസ്മെൻറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം വീണ്ടും പറയാം, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, 1 രൂപ പോലും 0% പ്രൊമോഷനാണത്. 1 രൂപ പോലും ഞാൻ ഈ കോളേജിൽ നിന്നൊന്നും പൈസ വാങ്ങിച്ചിട്ടില്ല. ഇത് ഞാൻ വളരെ ജെന്യൂനായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴും ചോദിച്ചപ്പോഴൊക്കെ. അപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഇതിലുള്ള ഏതൊക്കെ കോളേജ് സ്ട്രിക്റ്റ് ആണ്, അധിക കോളേജും അത്യാവശ്യം സ്ട്രിക്റ്റ് തന്നെയാണ്. അത് പറയുന്നതിന് ഒരു മടിയില്ല. ഇതിൽ നല്ല പ്രൈവറ്റ് കോളേജുകൾ സ്ട്രിക്റ്റും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടാവും. CBSE ICSE സ്കൂൾ പോലെന്നൊക്കെ പറയുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. അത് ഏതൊരു പ്രൈവറ്റ് കോളേജിലെ കണ്ടീഷൻ അതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ രാജഗിരി ഏകദേശം ഇത് ഞാൻ 5K 6K 8K കൊടുത്തില്ല. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതെന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു വെച്ചാൽ അതേപോലെ തന്നെയാണ് ബാക്കി ബ്രാഞ്ചുകൾക്കും ട്രെൻഡ് വരുന്നത്. വെച്ചാൽ കുട്ടികൾ ആദ്യം ഈ കോളേജ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി കോളേജിലോട്ട് പോകുന്നത്. ഓൾറെഡി ഒരുപാട് കോളേജുകൾ സീറ്റ് ഫില്ലായിട്ടുണ്ട്, മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് വഴി കിട്ടാൻ സീറ്റ് ബാക്കിയുള്ളൂ. മനസ്സിലാക്കുക, ഇത്രയും ലിസ്റ്റുകൾ അവിടെ കൊടുത്തത്. രാജഗിരി, മുത്തൂറ്റ്, ഫിസാറ്റ്, എംബിറ്റ്സ്, ക്രൈസ്റ്റ്, സെയിൻറ്റ് കിറ്റ്സ്, സെൻറ്റ് ജോസഫ് ഫാലെ. ഇതിൽ ഈ സെയിൻറ്റ് കിറ്റ്സും സെൻറ്റ് ജോസഫ് ഫാലിലൊക്കെ എനിക്ക് ഒരുപാട് പേര് പഠിച്ചിട്ടുള്ള കോളേജ് തന്നെയാണ്. എൻ്റെ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസർ അവിടെ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള 2 കോളേജാണ് അത്. പിന്നെ രാജഗിരി കൊള്ളാം, മുത്തൂത്ത് കൊള്ളാം. അത്യാവശ്യം സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രീഡം ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം അക്കാഡമിക്സ് ഓറിയൻറ്റഡ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് പഠിപ്പിക്കൽ വളരെ മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിന് ഗവൺമെൻറ് കോളേജിലും ടോപ്പ് പ്രൊഫസേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ അവർക്കും അവരുടേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ SCMS, RD ശങ്കര, MES കുറ്റിപ്പുറം, വിശ്വജ്യോതി എറണാകുളം, ടോക്ക് അതേപോലെ തന്നെ എറണാകുളം, പിന്നെ അമൽജ്യോതി കോട്ടയം. അപ്പോൾ ഇത്രയും കോളേജാണ് ആദ്യത്തെ 13. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യോതി തൃശ്ശൂരുള്ള, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിദ്യ അക്കാഡമി, അതുപോലെ പിന്നെ സഹൃദയ തൃശ്ശൂർ. എൻ്റെ ഫ്രണ്ട് പഠിച്ച കോളേജാണ്. അവൻ പറഞ്ഞത് സഹൃദയ അത്യാവശ്യം വൈബാന്നാണ് പറഞ്ഞത്. വിമൽ ജ്യോതി, പിന്നെ പാലക്കാടുള്ള ജവഹർലാൽ നെഹ്റു കോളേജ്, പിന്നെ അടുത്തത് KMCT കോഴിക്കോട്, കാരമൽ കോളേജ് ആലപ്പുഴ, അഹല്യ പാലക്കാട്. അപ്പോൾ ഇത്രയും കോളേജ് ഏകദേശം 30,000 വരെ റാങ്കുള്ള കുട്ടികൾക്ക് ഒരു ഓപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെറും പ്രൈവറ്റ് മാത്രം വെക്കരുത്. നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഗവൺമെൻറ് എന്തായാലും വെക്കുക. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി തരുന്നു, അതിൻ്റെ വീഡിയോ വരും. അതിൽ നമ്മൾ ഗവൺമെൻറ് കോളേജും പ്രൈവറ്റും അതേപോലെ തന്നെ
ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകൾ പലർക്കും അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രം എന്താണ് നമ്മൾ ഇനി വീഡിയോ ചെയ്യുള്ളൂ. ഓക്കെ, അത് ആദ്യം ഗവൺമെൻറ് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഇപ്പോൾ തീർത്തു, ഇനി ഗവൺമെൻറ് ചെയ്യും, അതേപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ത് ഇതൊക്കെയാണ് കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള എന്താണ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അക്കോർഡിംഗ് ടു മൈസെൽഫ് ആൻഡ് ഡൂയിങ് മൈ റിസർച്ച്. എൻ്റെ റിസർച്ച് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ ചോദിക്കുക. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളോ എററോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നവർക്കൊക്കെ മാറ്റാം. ഈ പറഞ്ഞ ഓരോ കോളേജിനും ഓരോ കുറ്റങ്ങളാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുക. ഓക്കെ, അവിടെ അതിനനുസരിച്ച് പോസിറ്റീവ്സും ഉണ്ടാവും. അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യം. ഞാൻ തുടക്കത്തിൽ ഡിസ്ക്ലൈമറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വീണ്ടും പറയുന്നത്, ഇതൊരു പ്രൊമോട്ടഡ് വീഡിയോ ഇല്ല. ഒരു കോളേജിൻ്റെ വീഡിയോ ഞാൻ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. കേരളത്തിന് പുറത്ത് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എഫിഷ്യൻ്റ് ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അത് ഞാൻ ഒരിക്കലും ആരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ല. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ കോളേജ്. സോ ഡു ദാറ്റ്. സോ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഈ ചാനലിൽ വേറെ ഒരു ചാനലുണ്ട് എനിക്ക്, ബിടെക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും. ആ ചാനൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ താങ്ക് യു.